ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കമ്പ്യൂട്ടർ കോഡിംഗ് ആണ്. C++ കമ്പ്യൂട്ടർ കോഡിംഗ് സീരീസ്. ഓരോ C++ പ്രോഗ്രാമിങ്ങും ചെറിയ പ്രോഗ്രാംസുകളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിലേതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന C++ പ്രോഗ്രാം ഈഫ് എൽസ് ഇഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈഫ് എൽസ് ഇഫ് ആണ്. ഈഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ പോസിറ്റീവ് ആണോ അതേപോലെ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പർ എൻ്റർ ചെയ്തത് ചെക്ക് ചെയ്യുന്നതാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ ഈഫ് എൽസ് ഇഫ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏത് പരീക്ഷയായാലും ഡിഗ്രി PGയോ അല്ലെങ്കിൽ +2 PGDCയോ DCയോ ഏത് പരീക്ഷയായാലും C++മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എൽസ് ഇഫ് ആണെന്ന് പറഞ്ഞു. ഈഫ് എൽസ് ഇഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യത്തെ ലൈൻ തൊട്ട് ഇൻഡ് മെയിൻ വരെയുള്ള ഏകദേശം സെയിം ആണ്. എല്ലാ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഉബുണ്ടുവിൽ ജീനിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ജീനി എന്ന് പറയുന്ന IDയിലാണ്. ഓക്കെ, ഇനി ഇൻഡ് മെയിൻ കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏത് പ്രോഗ്രാം എടുത്താലും ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് എന്ന രീതിയിലായിരിക്കും പ്രോഗ്രാം ഉണ്ടാവുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലൈൻ ഇൻഡ് എൻ എന്ന് പറയുന്ന ലൈനാണ്. അതായത് ഒരു വേരിയബിൾ എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇൻഡിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് പോയിന്റ് വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇൻഡിജർ നമ്പർ എന്ന് പറയുന്നത്. ദെൻ എൻ്റർ എ നമ്പർ എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും ആദ്യം വരിക. എൻ്റർ എ നമ്പർ. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും സി ഇൻ എൻ. എൻ്റർ ചെയ്യുന്ന നമ്പറിനെ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്താണോ എൻ്റർ ചെയ്തത് അത് എൻ വേരിയബിളിലേക്കായിരിക്കും പാസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈഫിൻ്റെ ഉപയോഗമാണ്. ഓക്കെ, ഈഫ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈഫ് കണ്ടീഷൻ ആണ്. ഈഫ് ദെൻ കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ്. കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്നത് എൻ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. ദ വാല്യൂ ഓഫ് എൻ ഈസ് 5 ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ 0 ആണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഒരു എക്സാമ്പിളിലൂടെ അത് ഞാൻ വിശദീകരിച്ച് തരാം. ഇവിടെ മിഡിൽ കാണുന്നത് 0 ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡ് പോകുന്നതനുസരിച്ചിട്ട് നെഗറ്റീവ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. -1, -2, -3. ഇനി റൈറ്റ് സൈഡിൽ പോകുന്നതനുസരിച്ചിട്ട് പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതായത് 0നേക്കാളും ബിഗ്ഗർ ആയിട്ടുള്ളതൊക്കെ പോസിറ്റീവും 0നേക്കാളും ചെറുതായിട്ടുള്ളതൊക്കെ നെഗറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ 5 ഗ്രേറ്റർ ദാൻ 0, അതായത് 0നേക്കാളും വലുതാണ് 5 ആണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ദ നമ്പർ ഈസ് പോസിറ്റീവ്. ഇനി അതല്ല എൽസ് ഇഫ് അടുത്തത് 5 എന്ന് പറയുന്നത് ലെസ് ദാൻ 0. ഓക്കെ, 0നേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവ് എന്നും അതുമല്ലെങ്കിൽ എൽസ് 0 എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. സി ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് ഇഫിലേക്കായിരിക്കും പോവുക. ആ എൽസ് ഇഫിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇനി അതും ഫാൾസ് ആണെങ്കിൽ വീണ്ടും എൽസിലേക്കായിരിക്കും പ്രോഗ്രാം പോവുക. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് മനസ്സിലായാൽ ഈ പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമ്മൾ കൊടുത്ത നമ്പർ എക്സാമ്പിളായിട്ട് 5 ആണ് കൊടുത്തത്. അത് ട്രൂ ആണെന്നുണ്ടോ എന്ന് പരിശോധിക്കാം. 5 ഗ്രേറ്റർ ദാൻ 0, 0നേക്കാളും വലുതാണ് 5. കറക്റ്റാണ്. ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് പോസിറ്റീവ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ കൊടുത്ത നമ്പർ
+5 അല്ല, -5 ആണെന്ന് വിചാരിക്കുക. -5. ഓക്കെ, -5 ഗ്രേറ്റർ ദാൻ 0. 0നേക്കാളും ബിഗ്ഗർ ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല, തെറ്റാണ്. ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. സോ എൽസ് ഇഫ് n ലെസ് ദാൻ 0 ആയിരിക്കും അടുത്തത് പരിശോധിക്കുക. അതായത് 5 ലെസ് ദാൻ 0. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഇത് ട്രൂ ആയതുകൊണ്ട് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്നുള്ളത് വർക്ക് ചെയ്യുന്നതാണ്. ഇനി അതുമല്ല, നമ്മൾ കൊടുത്ത നമ്പർ എന്ന് പറയുന്നത് 5 അല്ല, 0 ആണ്. 0 ആണ് കൊടുത്തതെങ്കിൽ ആദ്യം 0 ഗ്രേറ്റർ ദാൻ 0. 0 ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. 0നേക്കാളും വലുതാണ് 0 എന്നോ 0നേക്കാളും ചെറുതാണ് 0 എന്നോ നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അത് രണ്ട് കണ്ടീഷനും ഫാൾസ് ആയിട്ട് അവസാനം എൽസിൽ എന്താണ് ഉള്ളത് അതായിരിക്കും പ്രിന്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. നമ്മൾ ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. നമുക്കിവിടെ ഏത് വേരിയബിൾ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. n തന്നെ വേണമെന്നില്ല, നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് n. ഇനി ഇതിൻ്റെ എക്സിക്യൂഷനിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ട് ബിൽഡ് മെനു ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിൽഡ് മെനുവിനകത്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാനുള്ള സ്റ്റെപ്സ് ഒക്കെ കിടക്കുന്നത്. ബിൽഡ് കമ്പൈലാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇവിടെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൽ ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ചെയ്ത പ്രോഗ്രാം സേവ് ചെയ്യണം. ഓൾറെഡി സേവ് ചെയ്തതാണ്. ഒന്നും കൂടി എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഫയൽ സേവ് ആസ് ആണ് ഇപ്പോൾ എടുക്കുന്നുള്ളത്. ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹോം ആണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് CPP പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. നമ്പർ ചെക്കിംഗ് .cpp എന്നാണ് കൊടുത്തത്. .cpp നിർബന്ധമാണിത്. എല്ലാ C++ പ്രോഗ്രാമും .cpp വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ സേവ് ഓപ്ഷൻ കൊടുത്തു, സേവ് ചെയ്തു. ഇനി കമ്പൈലേഷൻ ആണ്. ബിൽഡ് ദെൻ കമ്പൈൽ. ഓക്കെ, ഏറ്റവും താഴെ കാണുന്ന മെസ്സേജ് ശ്രദ്ധിക്കുക. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നാണ് വന്നത്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയാണോ എറർ അത് കൃത്യമായിട്ട് നമ്മൾക്ക് കാണിച്ചു തരും. ദെൻ ബിൽഡ് ആണ്. ബിൽഡ് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബിൽഡ്, അല്ലെങ്കിൽ ബിൽഡ് മെനുവിൽ തന്നെ ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബിൽഡിൽ എക്സിക്യൂഷൻ ആണ്. അതായത് F5 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇവിടെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ റൺ നമുക്കിവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. എൻ്റർ എ നമ്പർ. നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു. 5 ആണ് എൻ്റർ ചെയ്തത്. ദ നമ്പർ ഈസ് പോസിറ്റീവ് എന്ന ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടി. ദെൻ വീണ്ടും നമ്പർ എൻ്റർ ചെയ്തു, 0 കൊടുത്തു. എൻ്റർ, കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. നമ്പർ ഈസ് 0 എന്ന് വന്നു. വീണ്ടും ഒന്നുകൂടി നമ്മൾ നെഗറ്റീവ് കൊടുത്ത് നോക്കാം. -5, ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്നും വന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള മെസ്സേജ് ആണ് നമ്മൾക്ക് കിട്ടിയത്. കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് വരുന്ന പരീക്ഷകളിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് വേറൊരു C++ പ്രോഗ്രാമായിട്ട് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത C++ പ്രോഗ്രാം ഏതാണെന്ന് ഇനി അടുത്ത സെഷനിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.